ഹലോ കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ 9th ചാപ്റ്ററായ മാത്സിലെ നമ്പർ റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മാത്സിലെ 9th ചാപ്റ്ററാണ് നോക്കുന്നത് 5ാം ക്ലാസ്സിലെ. നമുക്ക് നോക്കാം. പുതിയ ചാപ്റ്ററാണ്. നമ്പർ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്പറിനെ പറ്റിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, എന്തൊക്കെയോ നമ്പറിൻ്റെ കുറേ റിലേഷൻസ് ആണ് പറയുന്നത്, നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമുക്ക് തുടങ്ങാം. അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ എന്താണെന്നും സബ്ട്രാക്ഷൻ എന്താണെന്നും മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ് മുതൽ. ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. എ സിമ്പിൾ പ്രോബ്ലം. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 12 pence അറ്റ് 8 rupees ഈച്ച്. എന്താണ് പറയുന്നത്? 12 പേനകൾ വേണം. 8 രൂപയുടെ 12 പേനകൾ വാങ്ങിക്കുന്നതിന് നമ്മൾക്ക് എത്ര പൈസ ആവശ്യം വരും? ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 12 pence. 12 പേനകൾ വാങ്ങിക്കുന്നതിന് എത്ര രൂപ ആവശ്യം വരും? ഒരു പേനയ്ക്ക് എത്ര രൂപയാണ്? 8 രൂപയാണ്. എത്ര പേന വാങ്ങിക്കണം? 12 പേനകൾ വാങ്ങിക്കണം. നമ്മൾക്കറിയാം എങ്ങനെ നമ്മൾ ചെയ്യും. 8 രൂപയാണ് ഒരു പേനയ്ക്ക് വില എന്നും അറിയാം. എത്ര പേനകൾ വാങ്ങിക്കണമെന്നും നമുക്കറിയാം. നമുക്ക് എത്ര പേനകൾ വാങ്ങിക്കണം? 12 പേനകൾ വാങ്ങിക്കണം. എത്ര രൂപയാണ് ഒരു പേനയ്ക്ക് വില? 8 രൂപയാണ്. നമുക്കത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ? 2 8s are എത്ര വരും? 16. 6 ഇവിടെ ഉണ്ട്, ബാലൻസ് 1. 1 8s are 8 പ്ലസ് 1 ചേർക്കുമ്പോൾ 9. 96 rupees ആവശ്യം വരും അല്ലേ? 96 rupees 12 പേന വാങ്ങിക്കുന്നതിന് ആവശ്യം വരും 8 രൂപയുടെ. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ് ഇറ്റ്? എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മൾ എത്ര പേനകളുടെ എണ്ണം ഇൻറ്റു ഒരു പേനയുടെ വില, പേനകളുടെ എണ്ണം ഇൻറ്റു ഒരു പേനയുടെ വില ചേർത്ത് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 96 rupees കിട്ടി അല്ലേ? എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്താ അവർ പറയുന്നത്? ഡിഡ് യു ഡു ഇറ്റ് മെൻ്റലി ആസ് 80 rupees ഫോർ 10 pence. നമ്മൾക്ക് ഇതെങ്ങനെയാണ് മനസ്സിൽ നിന്ന് കണക്കാക്കി നോക്കാം എന്നാണ് പറയുന്നത്. കണക്കാക്കി നോക്കാൻ സാധിക്കുമോ? നമുക്കിപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് അല്ലേ ചെയ്തത്. അങ്ങനെയല്ലാണ്ട് മനക്കണക്ക് നോക്കി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. 80 rupees ഫോർ 10 pence. ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് എത്ര രൂപയായിരിക്കും? 80 രൂപയായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 16 പേനയ്ക്ക് 16 rupees ഫോർ 2 more ആൻഡ് ഓൾ ടുഗദർ 96 rupees. അപ്പോൾ എന്താണ് പറയുന്നത്? 16 rupees ഫോർ 2 more pence. 12 പേനയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. 10 പേനയ്ക്ക് 80 രൂപയാണെങ്കിൽ ബാക്കി എത്ര പേന കൂടെ നമുക്ക് വാങ്ങിക്കണം? 10ൽ കൂടെ 2 പേന കൂടെ ആഡ് ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ എത്രയാവും? 2 പേനയ്ക്ക് എത്രയാവും? 2 8s are 16. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ 16നെയും 18നെയും കൂടെ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്ത് നോക്കുകയാണ്. 80 പ്ലസ് 16 എത്ര വരുന്നത്? 80 പ്ലസ് 16 എത്രയാണ് വരുന്നത്? 6 9 അല്ലേ? നമ്മൾക്ക് അപ്പോഴേ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ അതേ ആൻസർ തന്നെ ഇവിടെ വീണ്ടും കിട്ടി. 96 തന്നെ കിട്ടിയിട്ടുണ്ട്. ഹൗ ഡു വി റൈറ്റ് ദീസ് ഈ കാൽക്കുലേഷൻ ഇൻ മാത്ത്? ഇനി മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് ഈ കാൽക്കുലേഷനെ എഴുതുക എന്നാണ് ചോദിക്കുന്നത്. അതെല്ലാത്തിനും ഓരോ റൂൾസ് ഉണ്ടല്ലോ. അപ്പോൾ മാത്സിൽ എങ്ങനെയാണ് ഇതിനെ എഴുതി പിടിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ എഴുതും? 12 പേനയ്ക്ക് 8 രൂപയാണ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 12 × 8 12 × 8 ഈക്വൽ. ഈ 12നെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. കാരണം 10ൽ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. എങ്ങനെ എഴുതും? 12നെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 10 + 2 അല്ലേ? 10 + 2 12 ആണ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എഴുതി. ഇൻറ്റു ഈ 8 തന്നെ ഇപ്പുറത്ത് ഇട്ടു. അപ്പോൾ ഇത് 12 × 8 ഈക്വൽ 10 + 2 × 8. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 8 കൊണ്ട് പുറത്ത് കിടക്കുന്ന ഈ 8 കൊണ്ട് 10നെയും ഈ 2നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതവിടെ എഴുതിയിട്ടുണ്ട്. 10 × 8 പ്ലസ് ഈ പ്ലസ് ഏതാണ്? ഈ പ്ലസ് ആണ് കേട്ടോ. ഈ പ്ലസ് 10 × 8 പ്ലസ് 2 × 8 എത്ര കിട്ടും? ഈക്വൽ 10 × 8 എത്രയാണ് നമുക്കറിയാം. 8 10s are 80, 2 8s are 16. അങ്ങനെ എത്ര കിട്ടിയ ആൻസർ? 96 എന്ന് കിട്ടി അല്ലേ? നമുക്ക് ഈ പിക്ചർ വെച്ചിട്ടും ഇതുപോലെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്.
ഇനി നമുക്ക് ഇതിനെ വേറൊരു തരത്തിലും കൂടെ എഴുതാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അഡീഷൻ ചെയ്ത് മനക്കണക്ക് ചെയ്ത് നോക്കി, പിന്നെ മാത്തമാറ്റിക്സിൻ്റെ റൂൾ പ്രകാരം ചെയ്ത് നോക്കി. ഇനിയും പലതരത്തിൽ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അടുത്ത മെത്തേഡ്? വി ക്യാൻ ഓൾസോ ഡു ലൈക്ക് ദിസ്. താഴെ പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. 12 പേനയ്ക്ക് 8 രൂപയാണ്. 12 × 8 ആണെന്ന് നമുക്കറിയാം. അതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 + 2 എഴുതി. നമ്മൾക്ക് അങ്ങനെ വേറെ രീതിയിൽ നമുക്ക് എഴുതാം. 5 + 7 എത്രയാണ്? 12 ആണ്, 12 ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 10 + 2 എഴുതുന്നതിന് പകരം നമ്മൾ 5 + 7 എഴുതി. ഇനി വേറെ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? 6 + 6 എഴുതാൻ പറ്റും. കാരണം 6 + 6 12 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 5 + 7 പറയുമ്പോൾ 12 ആണ് × 8. അതിന് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5നെ 8 കൊണ്ടും 7നെ 8 കൊണ്ടും അങ്ങനെ 8 കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് താഴെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. 5 × 8 + 7 × 8. 5 × 8 എത്രയാണ്? 5 8s are 40. 8 7s are 56. 40 + 56 എത്രയാണ് വരിക? 96. അങ്ങനെ നമുക്കിപ്പോൾ എത്ര മെത്തേഡിലൂടെയാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു പോണത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഹിയർ? ഇവിടെ ഏത് ജനറൽ പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഏതൊക്കെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, വീണ്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അഡീഷൻ ചെയ്തു. അപ്പോൾ എന്താ പറയുന്നത്? ടു മൾട്ടിപ്ലൈ ദ സം ഓഫ് 2 numbers ബൈ എ നമ്പർ. എന്താ പറയുന്നത്? ടു മൾട്ടിപ്ലൈ ദ സം ഓഫ് 2 numbers. 2 നമ്പേഴ്സിൻ്റെ സമ്മിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ഇൻ ദ സം. എന്ത് ചെയ്യണം? നമ്മളിവിടെ ചെയ്തില്ലേ? ഓരോന്നിനെയും നമ്മൾ ആ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ഒരുമിച്ച് ആഡ് ചെയ്യണം. ആഡ് ദം ടുഗദർ. എന്താ പറയുന്നത്? ടു മൾട്ടിപ്ലൈ ദ സം ഓഫ് 2 numbers ബൈ എ നമ്പർ. 2 നമ്പറിൻ്റെ സമ്മിനെ, തുകയെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ചെയ്യണം? വി നീഡ് ടു മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ. ആ ഓരോ നമ്പറിനെയും ആ പുറത്ത് കിടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എല്ലാത്തിനെയും കൂടെ ആഡ് ദം ടുഗദർ, ആഡ് ചെയ്യണം. ദിസ് ക്യാൻ ബി ഷോർട്ടൻഡ്. ഇതിനെ എങ്ങനെ നമുക്ക് ചെറുതാക്കി പറയാം? ദ പ്രൊഡക്റ്റ് ഓഫ് എ സം ഈസ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സമ്മിൻ്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഒരു സമ്മിൻ്റെ പ്രൊഡക്റ്റ്. ഒരു സമ്മിൻ്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഒരു പ്രൊഡക്റ്റിൻ്റെ സം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ലെറ്റ്സ് us ചേഞ്ച് ദ പെൻ പ്രോബ്ലം ലൈക്ക് ദിസ്. നമ്മൾക്ക് പെന്നിൻ്റെ ആ ഒരു വിലയും എണ്ണത്തിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്നാണ് പറയുന്നത്. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 19 pens? 19 പേനകൾ വാങ്ങിക്കാൻ എത്ര രൂപയാകും? എത്രയാണ് ഒരു പേനയ്ക്ക് വില? ആദ്യം പറഞ്ഞിട്ടുണ്ട് 8 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 rupees ഉള്ള ഒരു പേനയ്ക്ക് 8 rupees ഉള്ള 19 പേനകൾക്ക് എത്ര രൂപയാകും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഈസി മെത്തേഡ് ചെയ്യുക. 19 × 8 ചെയ്ത് വയ്ക്കുക അല്ലേ? എത്ര വരുന്നു നമ്മൾ ചെയ്ത് ആൻസർ നോക്കുക. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ കമ്പ്യൂട്ട് ലൈക്ക് ദിസ് ആസ് ബിഫോർ. എങ്ങനെ നമുക്ക് എഴുതാം? 80 rupees ഫോർ 10 pens. നമ്മൾ മനക്കണക്ക് നോക്കുകയാണ് കേട്ടോ. മനസ്സിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് നോക്കുക. 10 പേനകൾക്ക് 80 രൂപയാണ്. ഒരു പേനയ്ക്ക് 8 രൂപയാണെങ്കിൽ 10 പേനകൾക്ക് എത്രയാണ്? 80 രൂപയാണ്. ബാക്കി എത്ര പേനകൾ കൂടെ വേണം? 9 പേനകൾ കൂടെ വേണം അല്ലേ? അപ്പോൾ 9 × 8 എത്രയാണ്? 9 × 8 72 ആണ്. 72 ആണ്. അപ്പോൾ ഇവിടെ എത്രയായി? 80 + 72 എത്രയാണെന്ന് നോക്കിയാൽ മതി. നമുക്കിവിടെ 9 × 8 72, 7 ബാലൻസ്, 1 8s are 8, 8 + 7 9, 10, 11, 12, 13, 14, 15. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10 പേനയ്ക്ക് 80 രൂപയാണ്. ബാക്കി എത്ര പേനകളുണ്ട്? 9 പേനയുണ്ട്. ആ 9 പേനയ്ക്കും ഓരോ പേനയ്ക്ക് 8 രൂപയല്ലേ? അപ്പം 9 × 8 72 rupees. ഈ 72ഉം ഈ 80നെയും കൂടെ എന്ത് ചെയ്യാണ്? ഇവിടെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 152 rupees കിട്ടി. നമ്മൾക്ക് ഇവിടെ നേരിട്ട് ചെയ്തപ്പോഴും 152 rupees കിട്ടി അല്ലേ?
ദർ ഈസ് അനദർ വേ. ഇനി നമ്മൾ മുൻപ് ചെയ്തതുപോലെ വേറൊരു വഴിയിലൂടെ നമുക്കിതിന് ചെയ്യാം. 160 rupees ഫോർ 20 pens. ഒരു പേനയ്ക്ക് 8 രൂപയാണ്. 20 പേനകൾക്ക് എത്ര രൂപയാകും? 160 rupees ആവും. നമുക്കറിയാം 20 × 8 160 rupees, 160 ആണ് നമുക്കറിയാം. ഫോർ 1 pen 8 rupees ഫോർ 1 pen. ഒരു പേനയ്ക്ക് 8 രൂപയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 160 - 8 = 152 rupees ഫോർ 19 pens എന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാമെന്നാണ് പറയുന്നത്. ഇതാ 19 പേനയ്ക്ക് 8 രൂപയുടെ 19 പേനകൾ വേണം. അപ്പോൾ നമ്മളതിന് 19ന് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മളെങ്ങനെ എഴുതി 10 + 12 എഴുതിയത് ഓർമ്മയില്ലേ മുൻപത്തെ പേജിൽ? ഇവിടെ എന്ത് ചെയ്യാണ്? ആ പ്ലസിൻ്റെ പകരം മൈനസ് ചേർക്കുകയാണ്. അപ്പോൾ ഒന്ന് ആഡ് ചെയ്യാം നമുക്ക്, എന്നാലല്ലേ 19 വരണം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 19 വരണം. അപ്പോൾ ഇവിടെ 19 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ആ ഒരു സബ്ട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് 20 - 1 എഴുതുന്നത്. 20 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ്. × 8. അപ്പോൾ എന്താണ്? പഴയ മെത്തേഡ് തന്നെയാണ്. 20 × 8 1 × 8. 20 × 8 - 1 × 8 എത്ര കിട്ടും? 20 × 8 160 - 1 × 8 8 152. ഇതുപോലെ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ആസ് ഇൻ ദ കേസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എ സം. അപ്പോൾ ഈ കേസിൽ എന്താണ്? ഒരു സമ്മിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡിഫറൻസ് ഓൾസോ എ ജനറൽ പ്രിൻസിപ്പിൾ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സബ്ട്രാക്ഷനിലൂടെയും ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. എന്താണ് പറയുന്നത് സിമ്പിളായിട്ട്? ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസിൻ്റെ നമുക്ക് ഡിഫറൻസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ഈക്വൽ ആയിരിക്കും എന്ത്? ഡിഫറൻസ് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അധികമൊന്നും ചിന്തിക്കേണ്ട, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനുള്ള ആ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചാൽ പ്രോബ്ലം ഈസി ആയിരിക്കും. അപ്പോൾ നൗ സീ വെദർ യു ക്യാൻ ഡു ദീസ് പ്രോബ്ലംസ് ഇൻ യുവർ ഹെഡ്. നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. 15 × 6 എങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും? 15 നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 10 + 5 × 6 എന്ന് എഴുതിക്കൂടെ? എങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അല്ലേ? 10 + 5. അതുപോലെ 18 × 7 നമുക്ക് എങ്ങനെ എഴുതാം? 18 × 7 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 18 × 7 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 8 × 7. നമ്മളുടെ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിക്കുക. 10 × 6 5 × 6 ചെയ്യുക. അതുപോലെ തന്നെ 10 × 7 8 × 7 ചെയ്യാം. അടുത്തത് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 24 × 9 ആണ്. നമ്മൾക്ക് ഇവിടെ ഈ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ അഡീഷൻ മെത്തേഡ് ഉപയോഗിച്ചെങ്കിൽ നമ്മൾക്ക് ഇതിലൊരു സബ്ട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നോക്കാമല്ലോ. 24 × 9 ആണ്. അപ്പോൾ നമുക്ക് 24ന് നമ്മൾക്ക് എന്തായിട്ട് എടുക്കാം? 25 ആയിട്ട് എടുക്കാം. 25 - 1 × 9 ഈ മെത്തേഡിൽ എഴുതി കൂടെ? അപ്പോൾ 25 × 9 ചെയ്യുക, 1 × 9 ചെയ്യുക. 25 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് നോക്കാം. 29 × 8 29 × 8 നമുക്ക് ചെയ്ത് നോക്കാം. 29 നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? 30 ആയിട്ട് എടുത്തൂടെ? നമ്മളുടെ ഇഷ്ടത്തിന് 30 ആയിട്ട് എടുക്കുക. 30 - 1 30 - 1 എന്ന് പറഞ്ഞാൽ 29 ആണ്. ബ്രാക്കറ്റിലിട്ടിട്ട് × 8 എന്നിട്ട് എന്ത് ചെയ്യണം? 30 × 8 1 × 8 30 × 8 എത്രയാണ്? 240 ആണ്. -1 × 8 8. അപ്പോൾ 240ന്ന് 8 മൈനസ് ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടും. അതുപോലെ 99 × 6 99 × 6 നമുക്ക് എങ്ങനെ എഴുതാം? 99 നമുക്ക് എങ്ങനെ എഴുതാം? 100 ആയിട്ട് എടുത്തൂടെ? 100 ആയിട്ട് എടുക്കുക. 100 - 1 × 6 100 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99 ആണ്. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ റൂൾ ഉപയോഗിച്ചിട്ട് 100 × 6
600 മൈനസ് 1 ഇൻറ്റു 6 6. 600 6 പോയാൽ എത്രയാണ്? 600 6 പോയാൽ എത്രയാണ്? 594 വരില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മൾ 10 + 5 എടുക്കാൻ കാരണം ഇവിടെ 10 15 15 18 ഒക്കെ വന്നതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഈസി മെത്തേഡ് ആയിട്ട് എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ആ ഒരു അഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഈ 3 പ്രോബ്ലത്തിൽ നമ്മൾ സബ്ട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷനുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.